നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, യുഗം എന്ന ഏറ്റവും പുതിയ മൂവിയുടെ കാര്യം സംസാരിക്കാനാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ റിലീസുണ്ട്. അപ്പോൾ ഫൈസൽ തിരക്കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്ത യുഗം മൂവിയെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുകയാണ്. റൈറ്ററായ ഫൈസൽ തന്നെ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് ആദ്യം പറഞ്ഞോട്ടെ. നമസ്കാരമുണ്ട്. യുഗം ഷൂട്ട് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്കുകൾ നടക്കുന്നു. വളരെ ഒരു പുതുമയേറിയ ഒരു പുതിയ ജനറിലുള്ളൊരു സിനിമയാണ്. ഞങ്ങൾ ബോസ്കോയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന പുതിയ വർക്കാണ്. ആ കൂട്ടായ്മയിലെ പലരും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രതീക്ഷയുള്ളൊരു മൂവിയാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് വിട്ടിരുന്നു. ഒരു സൈമൺ പാറേക്കടൻ എന്ന് പറഞ്ഞുള്ള ചെറിയൊരു കഥാപാത്രത്തിനെ ഞാൻ അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളാണ് ചെയ്തിട്ടുണ്ട്. ഇത് ബാബുവിനെ സത്യം പറഞ്ഞാൽ ഇത്രയും പെർഫോം ചെയ്യുന്ന ഞാൻ ഓർത്തില്ല. ബാബുവിനെ അല്ല, ഇതിൽ അഭിനയിച്ച എല്ലാവരും കുഴപ്പമില്ലാതെ നന്നായിട്ട്. അപ്പൊ ഇനി ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോ അതാ ഉണ്ണിയേട്ടൻ ബോസ്കോയ്ക്ക് ശേഷം നമ്മുടെ യുഗം എന്ന ഒരു പുതിയ വ്യത്യസ്തമായ പ്രമേയം എടുത്തുകൊണ്ട് ഒരു പുതിയ ഫിലിമിലേക്ക് വരുമ്പോൾ അതിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇതിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം, ഒരു ബിസിനസ് സമൂഹത്തിന് ഒരു കുടിപ്പകകളും തമ്മിലുള്ള കടിച്ചു കീറുന്ന ബിസിനസ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ പ്രമേയം ബോസ്കോയ്ക്ക് ശേഷം യുഗം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. മറുപടി പറയേണ്ടത് പ്രേക്ഷകരാണ്. ഉണ്ണിയേട്ടനൊക്കെ ശക്തമായ ക്യാരക്ടറാണ് ഉണ്ണിയേട്ടനൊക്കെ ഇതിൽ ചെയ്തിട്ടുള്ളത്. കിരൺ എന്ന കഥാപാത്രം. അതേപോലെ തന്നെ നമ്മുടെ ഗഫൂർജി പ്രതാപൻ തന്നെ ഒരു അതിമനോഹരമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഗഫൂർജി. ബോസ്കോ എന്നുള്ള ഒരു സിനിമ കഴിഞ്ഞു. ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ യുഗം എന്ന സിനിമയിലേക്ക് നമ്മൾ എടുത്തു വെച്ചതാണ്. അത് ഏറ്റവും നമ്പർ 1 എന്താ പറഞ്ഞാൽ ബോസ്കോയുടെ ഒരു വിജയം. അതിൻ്റെ ഡബിൾ മടങ്ങിൽ യുഗം എന്നുള്ളൊരു സിനിമ ഒരു ചെറുതാണെങ്കിൽ അതിന് നല്ല കഥാപാത്രങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ഒരുപാട് കാര്യങ്ങളും ഈ യുഗത്തിലുണ്ട്. അതിൽ എനിക്കൊരു അവസരം എന്ന് പറഞ്ഞാൽ പ്രതാപൻ എന്നൊരു കഥാപാത്രമാണ്. അത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നത് എന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ഈ യുഗത്തിൽ മറ്റൊരു കഥാപാത്രം ചെയ്ത നമ്മുടെ ഒരു സുഹൃത്താണ് ശിവന് ആ ക്യാരക്ടർ വളരെ ഗംഭീര പെർഫോമൻസ് ആണ് ശിവൻ കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ശിവൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ശിവൻ പറയും ബാക്കി കാര്യങ്ങൾ. ശിവൻ പറഞ്ഞു ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് തങ്ങ വൈൽഡ് റിസോർട്ടിൽ വെച്ചാണ്, വയനാട്. ആ കാര്യം വയനാട് ഞങ്ങൾ ഇതിന്റെ ഒരു സെലിബ്രേഷൻ എന്ന നിലയ്ക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നതാണ്. ഞങ്ങൾ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഇവിടെ കൂടി വളരെ 2 ദിവസമായി ഇവിടെ ഭയങ്കര സന്തോഷകരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഫൈസൽ ടീമിന്റെ യുഗം മൂവി അത് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു പോലീസ് കമ്മീഷണറെ വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും അത് കാണുക. ഈ യുഗം മൂവി വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. പിന്നെ അതുപോലെ നമ്മുടെ മറ്റൊരു സുഹൃത്താണ് മിസ്റ്റർ ആരിസ്. നമ്മുടെ കഴിഞ്ഞ പടത്തിലൊക്കെ ടെലിസിനിമ ഈ അറബി പൊന്നും തേടി അതിലെ നായകനാണ് അദ്ദേഹം. നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്, ഇതിൽ അഭിനയിച്ചിട്ടില്ല എന്നുള്ളൂ. അദ്ദേഹം 2 വാക്ക് സിനിമയെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ഇതിൻ്റെ മുന്നേ 2-3 വർക്കൊക്കെ മുനിവറിൻ്റെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലാസ്റ്റ് ചെയ്തിട്ടുള്ള യുഗമായാൽ അതുപോലെ അതിന് മുന്നേ ഉണ്ടായിരുന്ന ബോസ്കോയിലൊന്നും എനിക്ക് ചില കാരണങ്ങളാൽ ഇതിനോട് യോജിച്ച് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിട്ടു നിൽക്കേണ്ട നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടൊക്കെ എനിക്കിതിലോട് കൂട്ടായ്മ. എന്നാലും എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എല്ലാ ഹെൽപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്.